ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ. ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. റവ വെച്ചിട്ടൊരു അടിപൊളി 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇതൊന്ന് തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. അതിലോട്ട് ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകവും ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഒരു പകുതി സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഒരു ചെറുതായിട്ടൊന്ന് വഴണ്ടി വരണം. ഇതിലോട്ട് 1 മുറി തേങ്ങ ചെറുതായിട്ടൊന്ന് മിക്സിയിട്ട് പൊടിച്ചതാണ്, അത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു കപ്പ് റവയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി തരിയുള്ള റവയാണ്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരണം. മൂടി വെച്ച് കൊടുക്കാം. ഇതാ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ പാകമാണോന്ന് ഞാൻ നോക്കി. ലേശം കറുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂൺ. ഇതിലോട്ട് റവ കൊട്ടി കൊടുക്കാം. തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ടാണ് ഇതിട്ട് കൊടുക്കുന്നത്. അടിക്ക് പിടിക്കാതെ കട്ട പിടിക്കാതെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാതെ കുറച്ചായിട്ട് റവ ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിക്കണം. എന്നിട്ട് ഇതൊന്ന് ആറാൻ വെക്കണം കേട്ടോ. ഇതായപ്പോൾ ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കണ്ട് നന്നായി വെന്തതായി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ആറിയിട്ടുണ്ട്. കയ്യിൽ ലേശം വെളിച്ചെണ്ണ തടവിയിട്ട് നന്നായിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കണം. ഇത് കണ്ടോ, 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്തേ. അപ്പോഴാണ് ഇതൊന്ന് സോഫ്റ്റായിട്ട് വന്നത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. അതിന് പകുതി മാവെടുത്തു. ഇങ്ങനെ ബോളാക്കി എന്നിട്ട് ഇതിനെ ഇങ്ങനെ പരത്തി കൊടുത്തു. എണ്ണ തേച്ചിട്ട് തന്നെ പരത്തുക, അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ടിട്ട് പരത്താം. ഇതിനിപ്പോൾ ഇങ്ങനെ പരത്തി ഇനി കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ പീസാക്കി ഷേപ്പാക്കി കട്ട് ചെയ്തെടുത്തേ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി കിടക്കുന്നുണ്ട്. അതിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഇത്ര എണ്ണ വേണമെന്നൊന്നുമില്ല കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് മൊരിയിച്ചെടുത്തിട്ട് വേണം മറിച്ചിടാൻ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. കുറേ റവയൊക്കെ നമ്മൾ എപ്പോഴും ഉപ്പുമാവൊക്കെ കഴിക്കുമ്പോൾ അത് മടുപ്പ് പിടിക്കും. വീട്ടിൽ റവ മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അടിപൊളിയായിട്ടുണ്ട് കഴിക്കാനായിട്ട്. ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്.